ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സീഡിലൂടെ നിങ്ങൾ ശ്രവിക്കുന്നത് ദൈവം തൻ്റെ മക്കളുടെ മേൽ നൽകിയ ആത്മീയ അധികാരത്തെക്കുറിച്ചുള്ള ഒരു വചന പഠനത്തിൻ്റെ ഒന്നാം ഭാഗമാണ്. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾ ഇത് കേൾക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പല ആവർത്തി ഈ വചന പഠനം കേൾക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിലുള്ള ഒരു ജയജീവിതമാണ്. അതിന് ഈ വചന പഠനം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുവാൻ പോവുകയാണ്. എന്തിന് മനുഷ്യനെ ദൈവം നിർമ്മിച്ചു? ദൈവം മനുഷ്യനെ തൻ്റേതായ വലിയ പദ്ധതികൾക്കായി നിർമ്മിച്ചു എന്ന് ബൈബിൾ വളരെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ദൈവം എന്ത് പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുന്നുവോ അത് തൻ്റെ മക്കളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ പ്രതിച്ഛായ, തൻ്റെ ഗുണങ്ങൾ, തൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട തൻ്റെ മക്കളിലൂടെ വെളിപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നു. രക്ഷയുടെ സന്ദേശവും കൃപയും വരങ്ങളും നിത്യതയും എല്ലാം തന്നെ തൻ്റെ ജനത്തിലൂടെ ലോകത്തോട് അറിയിക്കുവാൻ അവൻ ഓരോ കാലഘട്ടത്തിൽ തൻ്റെ മക്കളെ അതിനായി വേർതിരിക്കുകയും അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഉദ്ദേശത്തിനായി അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യത്തിനായി തന്നെയാണ്. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ അത് തിരിച്ചറിയുന്നെങ്കിൽ ഏറ്റവും പ്രയോജനം ദൈവരാജ്യത്തിനായിരിക്കും. 2 തീമോഥെയോസ് 1:9 ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറയുന്നു: ഹു ഹാത്ത് സേവ്ഡ് us ആൻഡ് കാൾഡ് വിത്ത് ആൻ ഹോളി കോളിംഗ്, നോട്ട് അക്കോർഡിംഗ് ടു our works, but according to his own purpose and grace, which he has given us in Christ Jesus. അവിടെ വളരെ വ്യക്തമാക്കപ്പെടുന്നൊരു കാര്യം, ഓൺ പർപ്പസ്, അവൻ്റെ ആവശ്യത്തിനു വേണ്ടി ദൈവം തൻ്റെ ജനത്തെ സൃഷ്ടിച്ചു എന്ന് കാണുവാൻ സാധിക്കും. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം മനുഷ്യനെ വാഴുവാൻ അധികാരത്തെ നൽകുകയും ദൈവം തന്നെ ജനത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം 1 26, 27, 28 വാക്കുകളിലൂടെ വ്യക്തമാക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ ഡിസൈനിലുണ്ടാക്കിയ ഏതേൻ തോട്ടത്തിൽ വേല ചെയ്യുവാൻ ആദാമിനെ ദൈവം അവിടെ ആക്കി വയ്ക്കുകയും അതിനെ സൂക്ഷിപ്പാനും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അവിടെ ചെയ്യുവാനും ദൈവം അവനെ കൽപ്പന കൊടുക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വീഴ്ചയുടെ പിന്നിൽ മനുഷ്യന് ദൈവം കൊടുത്ത വാഴുവാനുള്ള അധികാരത്തെ നഷ്ടപ്പെടുത്തുവാൻ എന്തു വില കൊടുത്തും പിശാച് അവിടെ പ്രവർത്തിക്കുന്നത് വളരെ വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നും പിശാച് ഈ ഭാഗം മൂടിവയ്ക്കുവാൻ വളരെ ശക്തമായി പരിശ്രമിക്കുന്നു. ഒരു വിശ്വാസി ആത്മീയ അധികാരത്തെ മനസ്സിലാക്കി അതേടെ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നുവെങ്കിൽ അത് പിശാചിന് അവൻ ശല്യക്കാരനായി മാറും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 12 ഇങ്ങനെ പറയുന്നു: ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതിന് നാം ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. പിശാച് വളരെ തന്ത്രപരമായി ഈ അധികാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനത്തെ അറിയിക്കാതിരിക്കുവാൻ ആ വ്യക്തി ജീവിതകടമേൽ ഇരുട്ടിനെ അല്ലെങ്കിൽ മനസ്സിനെ മൂടിക്കളയുന്നത് വചനത്തിലൂടെ തന്നെ വളരെ വ്യക്തമാക്കപ്പെടുന്നൊരു കാര്യമാണ്. യേശു കർത്താവിൻ്റെ കാലുവരി മരണത്താലും രക്തത്താലും വളരെയധികം കൃപകൾ ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട്. അർഹതയില്ലാത്തവന് കൊടുക്കുന്ന ദാനമാണല്ലോ കൃപ. ഈ കാലഘട്ടത്തിലും ആ കൃപയെ ഏറ്റെടുത്തുകൊണ്ട് ദൈവ അധികാരത്തെ ശക്തമായി ഉപയോഗിക്കുവാൻ യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ കാലുവരി മരണവും നിങ്ങളെ യോഗ്യതയുള്ളതാക്കി തീർക്കുകയാണ്. പല വ്യക്തികൾ ഇങ്ങനെ പറയുന്നു: അധികാരം ഉപയോഗിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി തന്നെയാണ് കാൽവരിയിൽ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നത്. ആ കാൽവരി മരണത്തിലൂടെ അർഹതയില്ലാത്ത ഒരു വ്യക്തിയെ അർഹതയുള്ളവനാക്കി മാറ്റുകയാണ്. എബ്രായ ലേഖനം 4 15, 16 നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കുവാൻ കഴിയാത്ത മഹാപുരോഹിതനല്ല നമുക്കുള്ളത്, പിന്നെയോ സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ്, എങ്കിലും അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. അതുകൊണ്ട് കരുണ ലഭിപ്പാനും
യഥാസമയം സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നമുക്ക് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിലേക്ക് ചെല്ലാം. അധികാരം ഉപയോഗിക്കുമ്പോൾ യേശുവിൻ്റെ കാൽവരി മരണവും രക്തവും വചനവും നിങ്ങൾക്ക് ധൈര്യം വളരെയധികമായി നൽകുന്നു. അധികാരം ഉപയോഗിക്കുവാനുള്ളതാണ്. വിധേയപ്പെടുവാനും അനുസരിക്കുവാനുമായി ദൈവം അധികാരത്തെ നമുക്ക് നൽകിയിരിക്കുന്നു. അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ കീഴടങ്ങൽ ഉണ്ടാകും. ഒരു വ്യക്തി അധികാരം ഉപയോഗിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നും അവനെ സർവാധികാരമുള്ള വ്യക്തിയായി നിയമിച്ചിരിക്കുന്നു എന്നും നാം മനസ്സിലാക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് പല ഉദ്ദേശങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വളരെ വ്യക്തമാക്കപ്പെടുന്നു. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൂതന്മാരെ പോലെയോ ഒരു യന്ത്രമായിട്ടോ ഒരു കൗതുക വസ്തുവായിട്ടോ ഏതെങ്കിലും മറ്റു ജീവജാലങ്ങളുടെ സ്വരൂപത്തിലോ സാദൃശ്യത്തിലോ അല്ല. സ്വർഗത്തിൻ്റെ കയ്യാൽ നിർമ്മിച്ചതെന്ന് പറയുവാൻ തക്കവണ്ണം അത് സൃഷ്ടിച്ചത് തന്നെയാണ്. മെയ്ഡ് ഇൻ ഹെവൻ എന്ന് വളരെ വ്യക്തമാക്കപ്പെടുന്ന ഭാഗമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത പ്രത്യേകത മനുഷ്യനുണ്ട്. സ്നേഹിക്കുവാനും കരുതുവാനും ചിന്തിക്കുവാനും പരസ്പര ബന്ധത്തോടെ മുന്നോട്ടു പോകുവാനും അതിൽ ഉപരിയായി ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ മനുഷ്യനിൽ അവൻ കഴിവുകളെ നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇമേജിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് ബൈബിൾ പറയുന്നു. ഇമേജ് എന്ന മൂലപദത്തിൻ്റെ അർത്ഥം തൽസ്വരൂപം, പ്രതിബിംബം അല്ലെങ്കിൽ പ്രതിച്ഛായ. വീണ്ടും പറയുന്നു ലൈക്ക്നെസ്. ലൈക്ക്നെസ് എന്ന അതിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥങ്ങൾ ഒരേ ഗുണങ്ങളുള്ള, സവിശേഷ പ്രകൃതമായ, സാമ്യമുള്ള, ഇത്രയും അധികമായിട്ടുള്ള ഗുണങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ തൻ്റേതായ എല്ലാവിധത്തിലുള്ള ഗുണങ്ങൾ പകർന്ന് ഈ ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ വാഴുവാൻ, ദൈവത്തിൻ്റെ അധികാരത്താൽ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം തൻ്റെ ജനത്തെ വിളിച്ച് വേർതിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരം വളരെ ലളിതവും എന്നാൽ അതിൻ്റെ മഹത്വം വളരെ ശക്തവുമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം 2-ാം ഭാഗം പറയുന്നു, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിൻ്റെ മേലും ആകാശത്തുള്ള പറവജാതിയുടെ മേലും മൃഗത്തിൻ്റെ മേലും സർവ്വഭൂമിയുടെ ഭൂമിയിൽ ഇഴയുന്ന സകല ഇഴജാതിയുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. 27-ാം വാക്യം പറയുന്നു, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. 28-ാം വാക്യം പറയുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിൻ്റെ മത്സ്യത്തിൻ്റെ മേലും ആകാശത്തിലെ പറവജാതിയുടെ മേലും സകല ഭൂചര ജന്തുവിൻ്റെ മേലും വാഴുവിനെന്ന് കൽപ്പിച്ചു. വാഴുക എന്ന പദത്തിൻ്റെ അർത്ഥം ആധിപത്യം നടത്തുക, ഭരിക്കുക, ഭരണം നടത്തുക, നിയന്ത്രിക്കുക എന്നത്രേ. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അത് അവന് മാത്രം നൽകിയതാണ്. വളരെ വിലപ്പെട്ട ഒന്നു തന്നെയാണ് മനുഷ്യൻ്റെ സൃഷ്ടി. അതുകൊണ്ട് യെശയ്യാപ്രവചനം 43:4 പറയുന്നു, ഞാൻ നിന്നെ മാന്യനും മഹാനും വിലയേറിയനുമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മനുഷ്യൻ ഒരിക്കലും മനുഷ്യനെ പ്രതിദാനം ചെയ്യുവാൻ കഴിയുന്നതല്ലായിരുന്നു. കാരണം ആദ്യ മനുഷ്യൻ മനുഷ്യനാൽ ജനിക്കപ്പെട്ടവനല്ല, ദൈവത്താൽ മാത്രമായിരുന്നു. അവനെ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ കരവിരുത് തന്നെയായിരുന്നു. ദൈവം മനുഷ്യന് തൻ്റെ സ്വരൂപവും സാദൃശ്യവും നൽകിയത് ഈ ഭൂമിയിൽ തനിക്ക് പകരം ഈ ഭൂമിയിൽ വാഴുന്ന അധികാരം നടത്തുവാൻ തന്നെയാണ്. എല്ലാറ്റിനെയും ദൈവം സൃഷ്ടിക്കുകയും അതിനെ അടക്കി ഭരിക്കുവാൻ തൻ്റെ സ്വരൂപത്താലും തൻ്റെ സാദൃശ്യത്താലും മനുഷ്യനെ ഉണ്ടാക്കി അതിന്മേൽ അവനെ ആക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. ഒരു ചെറിയ ഉത്തരവാദിത്തമല്ല ദൈവം നൽകിയത്. സ്വർഗം ഒഴികെ സകലത്തെയും ഭരിക്കുവാൻ, നിയന്ത്രിക്കുവാൻ മനുഷ്യൻ നിയോഗിക്കപ്പെട്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു.
ദൈവത്തിൻ്റെ കരവിരുതിനാൽ മനുഷ്യനെ നിർമ്മിക്കുക മാത്രമല്ല, പല ഗുണങ്ങളുള്ള ദേഹിമണ്ഡലവും ആത്മമണ്ഡലവും അവനിൽ ഉളവാക്കുവാൻ ദൈവത്തിൻ്റെ ജീവശ്വാസം അവൻ്റെ മൂക്കിൽ ഊതുകയും ചെയ്തു. ജീവശ്വാസമെന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥങ്ങൾ കാറ്റ്, ജീവന് ഉപകരിക്കുന്നത്, ദൈവിക പ്രചോദനം, ബുദ്ധിശക്തി, ദേഹി, ആത്മാവ് എന്നിവയത്രേ. ദൈവിക ജീവശ്വാസം മനുഷ്യൻ്റെ ഉള്ളിൽ കടന്ന് അവന് ആത്മാവും ദേഹിയും മാത്രമല്ല നൽകിയത്, പൊടിയിൽ നിന്നെടുത്ത ആ മനുഷ്യ രൂപത്തിന് ശരീരമെന്ന ഭാഗത്തേക്ക് ചലിക്കുവാനും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാനുള്ള ശേഷി അല്ലെങ്കിൽ ശക്തി നൽകി. മനുഷ്യൻ ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ്. സങ്കീർത്തനങ്ങൾ 139 പറയുന്നു, അതിശയവും ഭയങ്കരമായി ദൈവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്ന്. 3 സവിശേഷ ഘടകമുള്ള ജീവിയായി ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. 1 തെസ്സലോനിക്കർ 5:23 എബ്രായ ലേഖനം 4:12 പറയുന്നു, ആത്മാവ്, പ്രാണൻ, ശരീരം ഇവ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നു. ഈ 3 ദൈവത്തിൽ നിന്നും മനുഷ്യന് കിട്ടിയതാണ്. ഇതിൽ ആദ്യം മുതലേ ആ വിധത്തിൽ ഒരു ദൈവികത്വം മനുഷ്യനിൽ വ്യക്തമായി വെളിപ്പെട്ടിരുന്നു. ദൈവിക ജീവശ്വാസം മനുഷ്യനിലേക്ക് കടന്നപ്പോൾ മനുഷ്യാത്മാവ് സൃഷ്ടിക്കപ്പെട്ടു. അതിനാൽ ദൈവത്തെ അറിയുവാനും ആത്മാവായി ദൈവത്തെ ദൈവാത്മാവിൽ ആരാധിക്കുവാനും അവൻ കഴിയുന്നു. സദൃശ്യവാക്യം 20:27 പറയുന്നു, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപമാകുന്നു. ദൈവിക ജീവശ്വാസം മനുഷ്യനിലേക്ക് കടന്നപ്പോൾ അവന് ദേഹിയുണ്ടായി. ആ ദേഹി തീരുമാനം, സന്തോഷം, ബുദ്ധി, ജ്ഞാനം, മനസ്സ്, വികാരം എന്നിവ പ്രകടിപ്പിക്കാനുള്ള ആന്തരിക അവയവമായി മാറി. ദൈവിക ജീവശ്വാസം മനുഷ്യനിലേക്ക് കടന്നപ്പോൾ പൊടിയിൽ നിന്നെടുത്ത ചലിക്കാത്ത ആ ശരീരത്തിന് ചലിക്കുവാനും ഓടുവാനും കാണുവാനും കേൾക്കുവാനും സംസാരിക്കുവാനും കഴിവ് നൽകി. ഇത്രയധികം കാര്യങ്ങൾ ദൈവം ചെയ്തത് തൻ്റെ പ്രതിനിധിയായി മനുഷ്യൻ സർവ്വത്തെയും അടക്കി ഭരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയായിരുന്നു. 2 കൊരിന്ത്യർ 5:20 ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് അംബാസഡർ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം രാജപ്രതിനിധി, ദൂതൻ. ദൈവം മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്നു ജനത്തെ വിടുവിക്കുവാൻ മോശയെ തിരഞ്ഞെടുക്കുകയും അവനെ അധികാരം നൽകി ഉപയോഗിക്കുകയും ചെയ്തു. പുറപ്പാട് പുസ്തകം 4:16 പറയുന്നു, നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും, അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവത്തിന് പകരവും ആയിരിക്കും. പുറപ്പാട് പുസ്തകം 7:1 പറയുന്നു, യഹോവ മോശയോട് അരുളി ചെയ്തു, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ഒരു ദൈവമാക്കിയിരിക്കുന്നു. ലോർഡ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ മൂലപദ അർത്ഥങ്ങൾ രക്ഷിതാവ്, ഭരണാധികാരി, യജമാനൻ, പ്രഭു, രക്ഷകൻ, അധികാരി. ഇത്രയധികം ഉത്തരവാദിത്വമാണ് ഒരു വ്യക്തിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതാണ് പിശാചിന് വളരെയധികം തലവേദന ഉണ്ടാക്കിയത്. ഈ അധികാരത്തെയാണ് പിശാച് തന്ത്രത്തിലൂടെ ആദാമിൽ നിന്നും വഞ്ചനയിലൂടെ കൈവശമാക്കിയത്. യോഹന്നാൻ സുവിശേഷം 10:34-35 പറയുന്നു, യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലയോ? ദൈവത്തിൻ്റെ അരുളപ്പാടിനാൽ വ്യക്തികൾക്ക് പ്രത്യേകത തന്നെ ഉണ്ടായിരുന്നു. അത് യേശു തന്നെ വീണ്ടും പ്രസ്താവിക്കുന്നു. ഈ വചനത്തിന് നീക്കം വരാൻ പാടില്ല. സങ്കീർത്തനം 82:6 പറയുന്നു, നിങ്ങൾ ദേവന്മാർ എന്നും നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളെന്നും പറയും. ദേവന്മാർ എന്ന മൂലപദത്തിൻ്റെ അർത്ഥം സുപ്രീം ഡിവിനിറ്റി, സർവാധികാരമുള്ള ദിവ്യത്വം, നീതിപതി എന്നൊക്കെ തന്നെയാണ്.
ഇതിനാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ മർമ്മം, ദൈവിക ഗുണം ദൈവ മനുഷ്യനിൽ നിക്ഷേപിച്ചത്, അതിനാൽ സൃഷ്ടിച്ചത്, തൻ്റേതായ അധികാരത്തെ മനുഷ്യനിൽ പകർന്ന് ഈ ഭൂമിയിൽ അധികാരത്തെ വെളിപ്പെടുത്തി ഒരു ജീവിതം നയിക്കാൻ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദേൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. ദൈവസ്വരൂപത്തിലുള്ള ദൈവസാദൃശ്യത്തിലുള്ള മനുഷ്യനെ ഈ ഭൂമിയിൽ അലഞ്ഞു നടക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം തന്നെ വിശേഷ ഗുണങ്ങളാൽ സൃഷ്ടിച്ച ഏദേൻ തോട്ടത്തിൽ മനുഷ്യനെ അവിടെ ആക്കി വച്ചു. അതിനകത്ത് വിലയേറിയ വസ്തുക്കൾ, വിലയേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, സൃഷ്ടിയുടെ പൂർത്തീകരണം ആദാമിലൂടെയാണ് ദൈവം ചെയ്തെടുത്തത്. അധികാരത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി അപ്പോൾ തന്നെ ആദാമിനെ ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഭൂമിയിലെ എല്ലാ മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും നിലത്തുനിന്ന് നിർമ്മിച്ച ശേഷം മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ യഹോവയായ ദൈവം അവയെ അവൻ്റെ മുമ്പിൽ വരുത്തി. ഓരോ ജീവിയെയും മനുഷ്യൻ എന്ത് വിളിച്ചുവോ അത് അതിന് പേരായി തീർന്നു. അങ്ങനെ മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും സകല മൃഗങ്ങൾക്കും പേരിട്ടു. ദൈവിക ഗുണമുള്ള ദൈവത്താൽ അധികാരപ്പെട്ട ആദാം ദൈവം സൃഷ്ടിച്ചതിൻ്റെ പൂർത്തീകരണം നടത്തുകയായിരുന്നു. ദൈവം സൃഷ്ടിച്ചതിന് ഒരു ദൂതനോ വേറെ എന്തെങ്കിലും ഒരു ജീവിയോ അല്ല പേരിട്ടത്, ആദിമ മനുഷ്യനായ ആദാമായിരുന്നു. ആദാം എന്ന പദത്തിൻ്റെ അർത്ഥം മനുഷ്യകുലമെന്നത്രേ. ഇതൊരു ട്രെയിനിങ് പോലെ തന്നെയാണ് ആദാമിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചെടുത്തത്. പൂർണ്ണമായും എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആദാം പേരിട്ടപ്പോൾ ദൈവം ആമേൻ എന്ന വാക്ക പറഞ്ഞത്. എന്നാൽ മനുഷ്യൻ്റെ അനുസരണക്കേടും ദൈവത്തിൻ്റെ വാക്കിനെ തള്ളിക്കളഞ്ഞതുമൂലവും അവൻ്റെ മേൽ ദൈവം കൊടുത്ത എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെടുകയായിരുന്നു. മാത്രമല്ല, ദൈവത്തിൽ നിന്നുള്ള ശാപവും ഏദേൻ തോട്ടത്തിൽ നിന്നുള്ള പുറത്താക്കലും അവൻ അനുഭവിക്കേണ്ടി വന്നു. നിരന്തരമുള്ള ദൈവിക കൂട്ടായ്മ അവനിൽ നിന്നും അതിനെ അകറ്റിക്കളഞ്ഞു. കഠിനമായ ശാപത്തിൻ്റെ ഫലം മനുഷ്യൻ അനുഭവിക്കുവാൻ തുടങ്ങി. തല ആയിരിക്കേണ്ടവൻ വാലായി മാറി. തല എന്ന വാക്കിൻ്റെ അർത്ഥം അധികാരമെന്നത്രേ. മുമ്പിൽ അധികാരത്തോടെ ആയിരിക്കേണ്ട വ്യക്തി അതിൽ നിന്നും വാലായ പിന്നിലായി പോയി. 2 പത്രോസ് 2-ാം അധ്യായം 19-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം പറയുന്നു: ഒരാൾ ഏതൊന്നിൽ പരാജയപ്പെടുന്നുവോ അതിന് അയാൾ അടിമയായി തീരുന്നു. പിശാചിൻ്റെ വഞ്ചനയിലൂടെ യജമാനായി ദൈവം നിയമിച്ചിരുന്ന ആദാം അവന് അടിമയായി മാറി, അല്ലെങ്കിൽ പിശാചിന് അടിമയായി മാറി. പിശാച് ചിന്തിച്ചു തൻ്റെ പ്ലാൻ വിജയിച്ചു എന്ന്, താൻ ജയിച്ചു എന്നും മനുഷ്യവർഗം മുഴുവൻ തൻ്റെ അധീനതയിലായി എന്നും അവൻ പല കണക്കൂട്ടലിലൂടെ അത് മെനഞ്ഞെടുത്തു. ശാപവും തകർച്ചയും കൊണ്ട് ജനത്തെ നശിപ്പിച്ച് അവയെ കഷ്ടത്തിലാക്കുവാൻ പിശാച് ഒരു വലിയ പ്ലാൻ ഇട്ടു. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ അത് വേറെ ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിലും ശത്രുത ഉണ്ടാക്കും, അവൻ നിന്റെ തലയെ തകർക്കും. തല എന്ന് പറഞ്ഞാൽ അധികാരമാണല്ലോ. അധികാരത്തെ തകർക്കുമെന്ന് തന്നെയാണ് യഹോവയായ ദൈവം പിശാചിനോട് ആദിമ ഭാഗത്ത് വ്യക്തമാക്കപ്പെട്ടത്. ഒരു മനുഷ്യനെക്കുറിച്ച് ദൈവത്തിന് ഉയർച്ചയുടെയും വളർച്ചയുടെയും ജയത്തിൻ്റെയും പദ്ധതിയുണ്ട്. അപ്പോൾ തന്നെ പിശാചിന് ഒരു മനുഷ്യനെക്കുറിച്ച് തകർച്ചയുടെയും നാശത്തിൻ്റെയും പദ്ധതിയുണ്ട്. പിശാചിൻ്റെ പദ്ധതിയെ തകർക്കുവാൻ ദൈവം തൻ്റെ മക്കൾക്ക് അധികാരത്തെയും സർവായുധ വർഗത്തെയും നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ 2 രാജ്യങ്ങളെ വളരെ വ്യക്തമാക്കി യേശു കാണിച്ചു. ഒന്ന് ദൈവരാജ്യവും 2 സാത്താന്യ രാജ്യവും. ആദ്യം മുതലേ ദൈവരാജ്യവും സാത്താന്യ രാജ്യവും തമ്മിൽ വളരെ ശക്തമായ ബലപ്രയോഗമുണ്ട്. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം
26-ാം വാക്യം, സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തനിക്കെതിരെ ഭിന്നിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ്റെ രാജ്യത്തിന് എങ്ങനെ നിലനിൽക്കുവാൻ കഴിയും? യേശു പറയുകയാണ്, സാത്താൻ ഭരിക്കുന്ന ഒരു രാജ്യം അത് ഇരുട്ടിൻ്റെ രാജ്യമാണ്. അവിടെ ദൈവരാജ്യത്തിനെതിരെ ശക്തമായി ബലപ്രയോഗമുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ ആ ബലപ്രയോഗത്തെ വളരെ വ്യക്തമാക്കപ്പെടുന്ന ചില സംഭവങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അനന്തരം സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് പ്രവർത്തിച്ചു. അവരുടെ ജനസംഖ്യ എടുക്കുവാനുള്ള ഒരു പ്രേരണ ദാവീദിന് നൽകി. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 14-ാം വാക്യം അത് വീണ്ടും ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ യഹോവ ഇസ്രായേലിൻ്റെ മേൽ മഹാമാരി അയച്ചു. ഇസ്രായേൽ 70,000 പേർ മരിച്ചു വീണു. ദാവീദിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും അതുമൂലം ദൈവകോപം ജ്വലിപ്പിച്ച് ഇസ്രായേൽ മക്കളിൽ 70,000 പേർ നശിച്ചു പോകത്തക്കവണ്ണം സാത്താൻ വളരെ തന്ത്രപരമായി ഇസ്രായേലിൻ്റെ നായകനായ അല്ലെങ്കിൽ രാജാവായിരുന്ന ദാവീദിനെ തന്നെ അവൻ കൈവശപ്പെടുത്തുകയും അവൻ്റെ മനസ്സിൻ്റെ മേൽ അവൻ്റെ സ്വാധീനത്തെ അയക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ കാലഘട്ടത്തിലും ഈ ബലപ്രയോഗത്തെ ശക്തമായി കാണുവാൻ സാധിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ, അനന്തരം അദ്ദേഹം പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട, ഇത് ഗ്രഹിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം താഴ്ത്തുവാനും നീ മനസ്സ് വച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്കുകൾ കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി ഞാൻ തന്നെ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. അപ്പോൾ പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുവനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. എന്തെന്നാൽ ഞാൻ പേർഷ്യൻ രാജാവിനോടൊപ്പം തടഞ്ഞു വയ്ക്കപ്പെട്ടിരുന്നു. ദാനിയേലിന് മറുപടിയുമായി വന്ന ദൂതനെ 21 ദിവസം സാത്താന്യ രാജ്യം എതിർത്തു നിന്നിരുന്നു. മീഖായേൽ ദൂതനെ സഹായിക്കുകയും ദൂതൻ ആ ദൂത് ദാനിയേലിനെ അറിയിക്കുകയും ചെയ്തു. ഓരോ ഘട്ടങ്ങളിലും സാത്താന്യ രാജ്യം ദൈവരാജ്യത്തിനെതിരെ ബലപ്രയോഗം നടത്തിയിരുന്നു. പക്ഷേ ദൈവം തൻ്റെ പുത്രനായ യേശുവിലൂടെ സാത്താൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവയുടെ സ്വാധീനത്തെ തകർത്തു കളഞ്ഞു. ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൽ നിന്നായിരിക്കണം, അതിൻ്റെ ജയത്തിൽ നിന്നായിരിക്കണം ഒരു ദൈവവൈതലിൻ്റെ ജീവിതയാത്ര. പിശാചിൻ്റെ പ്രവർത്തനത്തിന്, അവൻ്റെ തന്ത്രത്തിന്, അതിൻ്റെ സ്വാധീനത്തിന് സ്വർഗം നൽകിയ ശക്തമായ മറുപടി യേശു ക്രിസ്തു എന്ന നാമമായിരുന്നു. മോശ ഇസ്രായേൽ മക്കളുടെ വിടുതലിൻ്റെ നായകനും യേശു സർവ മാനവരാശിയുടെ വിടുതലിൻ്റെ നായകനുമായി സ്വർഗം ഈ ഭൂമിയിൽ നിയോഗിച്ചപ്പോൾ രണ്ടുപേരെയും ആ ദൗത്യത്തിനു മുമ്പ് നശിപ്പിച്ചു കളയുവാൻ അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ, ഭരണകർത്താക്കന്മാരെ, ഭരണ തലങ്ങളെ സാത്താൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ദൈവം രണ്ടുപേരെയും സംരക്ഷിക്കുകയും ദൈവ പദ്ധതി അവരിലൂടെ ശക്തമായി ഭൂമിയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. യേശുവിൻ്റെ 30 വയസ്സുവരെയുള്ള രഹസ്യ ജീവിതത്തിലും 3.5 വർഷക്കാലമുള്ള പരസ്യ ജീവിതത്തിലും പിശാചിൻ്റെ തന്ത്രങ്ങളെയും പരീശന്മാരിൽ നിന്നും ന്യായശാസ്ത്രികളിൽ നിന്നും വേദ പണ്ഡിതാക്കന്മാരിൽ നിന്നും വെളിപ്പെട്ട സാത്താന്യ ശബ്ദത്തെയും യേശു ജയിക്കുകയായിരുന്നു ചെയ്തത്. യേശുവിൻ്റെ സ്നാനത്തിനു ശേഷം പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വരികയും സ്വർഗത്തിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പിതാവിൽ നിന്നുള്ള ശബ്ദം കേൾക്കുകയും ചെയ്തു. യേശു കർത്താവ് ഏതെങ്കിലും ഒരു പാപം ചെയ്തിരുന്നെങ്കിൽ ആ ശബ്ദം കേൾക്കത്തില്ലായിരുന്നു. ദൈവ പ്രസാദം എന്ന വാക്കിൻ്റെ മൂലപദ അർത്ഥം അംഗീകാരം, സ്വീകരണം, സ്വീകരിക്കുക എന്നതാണ്. യേശുവിൻ്റെ ജീവിതം ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും സാത്താൻ്റെ പ്രവൃത്തികളെ അഴിക്കുകയും സാത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുകയും അവയെ ജയിക്കുന്നതും ആയിരുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, സകലത്തിലും നമ്മെപ്പോലെ തന്നെ
പരീക്ഷിക്കപ്പെട്ടവനാണ്, എങ്കിലും അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. ഓരോ ഘട്ടങ്ങളിലും യേശു പാപത്തിൻ്റെ പരീക്ഷയെ ജയിച്ച് സാത്താനെ തോൽപ്പിക്കുകയായിരുന്നു. യേശു നമ്മെപ്പോലെ തന്നെ ഒരു വ്യക്തിയായിരുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് അവിടുന്ന് ദൈവിക ശുശ്രൂഷയിൽ കരുണയും വിശ്വസ്തതയുമുള്ള ഒരു മഹാപുരോഹിതനായി ജനങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് എല്ലാ വിധത്തിലും തൻ്റെ സഹോദരരോട് സദൃശ്യനായി തീരേണ്ടത് ആവശ്യമായിരുന്നു. പിശാചിൻ്റെ പരീക്ഷകളെ ജയിപ്പാൻ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുകയും താൻ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ പിശാച് യേശുവിനെ പരീക്ഷിക്കുവാൻ അടുത്തു വരികയും പിശാചിൻ്റെ സർവ പരീക്ഷകളെയും താൻ വചനം ഉപയോഗിച്ചും തൻ്റെ മേൽ തന്ന അധികാരത്താലും ജ്ഞാനത്താലും കാണുവാൻ സാധിച്ചു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 30-ാം വാക്യം വളരെ വ്യക്തമാക്കപ്പെടുന്നു, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. പിശാച് സർവ്വ മനുഷ്യരുടെ മേലും അവൻ്റെ സ്വാധീനത്തെ ഉപയോഗിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഒരു സമയം പത്രോസിനെ പോലും അവൻ ഉപയോഗിച്ചു. മത്തായി സുവിശേഷം 16-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറഞ്ഞു, നാഥ, നിനക്കങ്ങനെ സംഭവിക്കരുത്. യേശു പത്രോസിനെ മാറ്റി നിർത്തിയിട്ട് പിശാചിനെ ശാസിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി യേശുവിലൂടെ ഉള്ള കാൽവരി യാഗമായിരുന്നു. പിശാചും ചിന്തിച്ചു, യേശുവിൻ്റെ കാൽവരി യാഗത്തിലൂടെ, കാൽവരി മരണത്തിലൂടെ എല്ലാറ്റിൻ്റെ അവസാനമാകുമെന്ന്. ദൈവ പദ്ധതിയിൽ പഴയതിനെ പൂർണ്ണമായി നശിപ്പിച്ച് പുതിയതിനെ സ്ഥാപിക്കുക എന്നതായിരുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ മക്കൾ മാംസ രക്തങ്ങളോട് കൂടിയവരാകയാൽ അദ്ദേഹവും മാംസ രക്തമുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരോട് താൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ലോകത്തെ അല്ലെങ്കിൽ പൈശാചിക സ്വാധീനങ്ങളെ ശക്തമായി തകർക്കുന്നതായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28-18 പറയുന്നു, പിന്നെ യേശു അവരുടെ അടുക്കൽ വന്നു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വേറെ ആരോ ചില അധികാരങ്ങൾ കൈവശം വച്ചിരുന്നു. എന്നാൽ കാൽവരി മരണത്തിലൂടെയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയും ഇപ്പോൾ സർവ്വ അധികാരവും യേശുവിൻ്റെ പാദപീഠത്തിൽ ആയിത്തീർന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, എന്തെന്നാൽ ദൈവം സകലതും അവിടുത്തെ കാൽക്കീഴിൽ ആക്കിയിരിക്കുന്നു. സകലവും എന്നു പറയുമ്പോൾ എല്ലാം ക്രിസ്തുവിന് അധീനമാക്കി കൊടുത്ത ദൈവം ഒഴികെ എന്നത് സ്പഷ്ടം. ആദാമിൻ്റെ അനുസരണക്കേടിൽ നഷ്ടപ്പെട്ട എല്ലാ അധികാരങ്ങളും ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശുവിൻ്റെ കാൽവരി മരണത്താലും പിതാവിനോടുള്ള അനുസരണത്താലും തിരികെ ലഭിക്കപ്പെടുകയും അത് തൻ്റെ മക്കൾക്ക് നൽകപ്പെടുകയും ചെയ്തു. അവന് എന്നേക്കും ആമേൻ തന്നെ ആയിരിക്കട്ടെ. ആദാമ പാരമ്പര്യത്തിലൂടെ എല്ലാവരിലേക്കും പാപം കടന്നിരുന്നു. മനുഷ്യൻ്റെ സകല ചിന്തകളിലൂടെയും തെറ്റായ പ്രവൃത്തികളുടെയും പാപത്തിൻ്റെ വലിയ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകയറ്റത്തെ ഉണ്ടാക്കി. ദൈവകൽപ്പന അനുസരിക്കാതെ ജനം ദൈവസനിൽ നിന്നും അകന്നുപോയി. ദൈവത്തിൻ്റെ പ്ലാൻ ഏറ്റവും മനോഹരവും അതിശക്തവുമായിരുന്നു. പാപത്താലും പിശാചിൻ്റെ വഞ്ചനയാലും നിറയപ്പെട്ട മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതി. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം മുഴുവനും അത് വ്യക്തമാക്കപ്പെടുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്നും വിശ്വസിക്കുന്നു എന്ന് തുടങ്ങുന്ന ശക്തമായ വചനങ്ങളെ അതിനകത്ത് കാണുവാൻ സാധിക്കും. എത്രയധികം ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ക്രൂശിൽ ആയിത്തീരുന്നുവോ, നിങ്ങൾ ക്രൂശിൽ മരിക്കുന്നുവോ, അത്രയധികം ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെടും. നിങ്ങൾ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്ന വ്യക്തിയായി മാറും. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് അവിടുന്ന് മായ്ച്ചുകളയും ക്രൂശിൽ തറച്ച് നമ്മുടെ
മധ്യത്തിൽ നിന്ന് നീക്കപ്പെടുകയും ചെയ്തു. യേശു കർത്താവ് തൻ്റെ കാൽവരി മരണത്തിൽ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയും അതിൻ്റെ ഏറ്റവും വലിയ ചിത്രവും അതിൽ ഒന്നാമതായി വെളിപ്പെട്ടിരിക്കുന്നത് പ്രതികൂലമായിരിക്കുന്ന കയ്യെഴുത്തിനെ മാറ്റി എല്ലാത്തിനെയും മാച്ചു കളഞ്ഞ് അവൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത് തന്നെയാണ്. എന്താണ് പ്രതികൂലവും വിരോധമായ കയ്യെഴുത്ത്? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. പഴയതിനെ സകലത്തെയും, പഴയ സിസ്റ്റങ്ങളെ, പഴയ ആത്മീയമായ നിയമങ്ങളെ, പഴയ എല്ലാവിധമായ കാഴ്ചകളെയും പഴയ എല്ലാവിധമായ സ്വാധീനത്തെയും തൻ്റെ ജഡത്താലുള്ള യാഗത്താൽ നീക്കിക്കളഞ്ഞ് പുതിയത് അവൻ സ്ഥാപിച്ചു. വീണ്ടും കാണാൻ കഴിയുന്നത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി അവയെ പരസ്യ കാഴ്ചയാക്കി. ബൈബിളിൽ വാഴ്ചകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പാലിറ്റീസ്. ദാനിയേൽ 10:13 പേർഷ്യ പ്രഭു, അതിനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, ഗാർഡിയൻ ഏഞ്ചൽ ഓഫ് പേർഷ്യ. പിശാചിൻ്റെയും അവൻ്റെ സ്വാധീനത്താൽ ഭരിക്കുന്ന മണ്ഡലങ്ങൾ എവിടെയുണ്ടോ അതിനെയാണ് ഇത് വ്യക്തമാക്കപ്പെടുന്നത്. 2 പറയുന്നു അധികാരങ്ങൾ, പവർ ഓഫ് ദി സ്പിരിച്വൽ റൂളേഴ്സ്, സർവ്വവിധമായ വീണുപോയ ആത്മീയ മണ്ഡലത്തിലുള്ള ഇരുട്ടിൻ്റെ അധികാരങ്ങളും അതിൻ്റെ ശക്തികളും. 3 പറയുന്നു ആയുധവർഗം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 11 പറയുന്നു, കൽപ്പന മൂലം ഉളവായ അവസരം ഉപയോഗിച്ച് പാപം എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ഇത് പിശാച് ഉപയോഗിച്ചിരുന്ന ഏറ്റവും ശക്തമായ ഒരു ആയുധം തന്നെയായിരുന്നു. പക്ഷേ ക്രൂശിൽ യേശു ജയോത്സവം കൊണ്ടാടി ഇവയൊക്കെ പരസ്യ കാഴ്ചയാക്കി. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, പരസ്യ കാഴ്ചയാക്കി. ആരെയാണ് പരസ്യ കാഴ്ചയാക്കിയത്? മതത്തിൻ്റെ എല്ലാ സിസ്റ്റങ്ങളെയും, വീണുപോയ ഇരുട്ടിൻ്റെ ആത്മീയ അധികാരങ്ങളെയും സ്വാധീനങ്ങളെയും യേശുവിൻ്റെ കാൽവരി മരണത്തിലൂടെ അവ പരസ്യ കാഴ്ചയായി മാറി. തോറ്റ രാജാവിനെ ബന്ധനസ്ഥനാക്കി പബ്ലിക്കൽ റോഡിൽ കൂടെ ജനത്തിനു കാണുവാൻ തക്കവണ്ണം നടത്തിക്കൊണ്ടുപോകുന്നത് പോലെ ആകുന്നു ഈ പരസ്യ കാഴ്ച എന്ന വാക്ക്. തോറ്റ രാജാവിനെ റോഡിലൂടെ നടത്തിക്കൊണ്ടുപോകുമ്പോൾ ജനം കാണും, അവർ മനസ്സിലാക്കും, അവർ സംസാരിക്കും, ഇവനാണ് നമ്മെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ ഇവൻ ബന്ധിക്കപ്പെട്ട് നിരായുധനാക്കപ്പെട്ട നിലയിൽ ഇങ്ങനെ ആയിത്തീർന്നു. അതുപോലെ തന്നെ യേശു കർത്താവും തൻ്റെ കാൽവരി മരണത്തിലൂടെ വാഴ്ചകളെയും അധികാരങ്ങളെയും പിശാചിൻ്റെ സ്വാധീനങ്ങളെയും എല്ലാവിധമായ വീണുപോയ ആത്മമണ്ഡലത്തിലുള്ള ശക്തികളെയും നിരായുധരാക്കി അവയെ പരസ്യ കാഴ്ചയാക്കി, അല്ലെങ്കിൽ പരസ്യ കോലമാക്കി, അവനെ ശക്തിയില്ലെന്നും അവന് അധികാരമില്ലെന്നും വ്യക്തമായി വെളിപ്പെടുവാൻ തക്കവണ്ണം അവനെ പബ്ലിക്കിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ യേശു കർത്താവും രാജാവായി ജനിച്ച് രാജാവായി മരിച്ച് രാജാതി രാജനായി ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിലൂടെ പിശാചിൻ്റെ സർവ്വവിധമായ അധികാരങ്ങളെയും അതിൻ്റെ സ്വാധീനത്തെയും തകർത്തു കളഞ്ഞു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ മുൻ കണ്ടുകൊണ്ട് ആത്മാവിൽ വ്യക്തമായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഹൃദയത്തിൽ ഇങ്ങനെ പറയും, ഇവനാണോ ഭൂമിയെ കിടുകിട വിറപ്പിച്ചവൻ? ഇവൻ രാജ്യങ്ങളെ ഇളക്കി ഭൂമിയെ ഒരു മരുഭൂമി പോലെ ആക്കി അതിലെ നഗരങ്ങളെ തകിടം മറിച്ചു. തൻ്റെ തടവുകാരെ വീട്ടിലേക്ക് മടങ്ങുവാൻ അവൻ അനുവദിച്ചില്ല. രാഷ്ട്രങ്ങളുടെ രാജാക്കന്മാർ എല്ലാം ഓരോരുത്തൻ താതാൻ്റെ ഭവനത്തിൽ പ്രതാപികളായി കിടന്നുറങ്ങുന്നു. എന്നാൽ നിന്നെയോ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചുള്ളിക്കമ്പ് പോലെ കല്ലറയിൽ നിന്നും എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. വാളിനാൽ കുത്തിക്കൊല്ലപ്പെട്ടവരും കുഴിയിലെ കല്ലുകളോളം ഇറങ്ങിപ്പോയരുമായ ഹതന്മാരാൽ നീ പൊതിയപ്പെട്ടിരിക്കുന്നു. ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു ശവം പോലെയാകുന്നു നിന്റെ അവസ്ഥ. കാൽവരി മരണത്തിലൂടെ
യേശു സർവത്തിൻ്റെ അധികാരം ഏറ്റെടുത്ത് പിശാചിനെ ഈ വായിച്ച് കേട്ട വിധം ആക്കി തീർത്തെന്ന് ബൈബിൾ വളരെ ശക്തിയോടും അധികാരത്തോടും വെളിപ്പെടുത്തുകയാണ്. സർവത്തിൻ്റെയും അധികാരിയായ യേശു കർത്താവ് തൻ്റെ അധികാരം തൻ്റെ മക്കളിലേക്ക് കൈമാറുന്നു. നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കാനും ദൈവപദ്ധതി വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തികളിലേക്ക് പകരപ്പെടുവാനും ഇത് നമുക്കായി നൽകിയിരിക്കുന്നു. അധികാരം എന്ന് പറയുമ്പോൾ യാചിക്കലല്ല, ചോദിക്കലല്ല, കൽപ്പിക്കുവാനും കീഴടക്കുവാനുമുള്ളതാണ്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവ ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല. സർവവിധമായ പൈശാചിക സ്വാധീനങ്ങളെയും അതിൻ്റെ ശക്തിയെ അമർച്ച ചെയ്യുവാനും ബൈൻഡ് ചെയ്യുവാനും ദൈവം വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയുടെ മേൽ തൻ്റെ അധികാരത്തെ കൈമാറിയിട്ടുണ്ട്. അധികാരത്തിന് ചില തലങ്ങളുണ്ട്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 8-ാം വാക്യവും 13-ാം അധ്യായം 10-ാം വാക്യവും ഇങ്ങനെ പറയുന്നു, ഇടിച്ചു കളയുവാനും പണിയുവാനും അധികാരത്തെ ഉപയോഗിക്കുവാൻ കഴിയും. യിരെമ്യാവിനോട് സ്വർഗത്തിലെ സർവശക്തനായ ദൈവം പറഞ്ഞു, യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പറഞ്ഞു, ഞാൻ നിനക്ക് തരുന്ന അധികാരം നിർമൂലമാക്കുവാനും പൊള്ളിക്കുവാനും നശിപ്പിച്ചു കളയുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും തന്നെയാണ്. ദൈവം തന്ന അധികാരത്താൽ സാത്താനെ ശക്തികളെയും സ്വാധീനങ്ങളെയും നിർമൂലമാക്കി കളയണം, പൊള്ളിക്കണം, നശിപ്പിച്ചു കളയണം, ഇടിച്ചു കളയണം. ദൈവരാജ്യത്തിനെതിരെ സാത്താൻ പണിയുന്ന, സാത്താൻ പ്രവർത്തിക്കുന്ന, സാത്താൻ ഉയർത്തിയിരിക്കുന്ന സർവ്വവിധമായ കോട്ടകളെയും ഇടിച്ചു കളയുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് തന്ന അധികാരത്താൽ ദൈവരാജ്യത്തെ പണിയണം, ദൈവരാജ്യത്തിൽ വ്യക്തികളെ നടുകയും വേണം. സുവിശേഷത്തിനകത്ത് ഒരു വ്യക്തിയെ വിടുവിക്കുവാനുള്ള ദൈവശക്തി അടങ്ങിയിട്ടുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്ന കാര്യമാണ്. സുവിശേഷത്തിനകത്തുള്ള ശക്തിയാൽ വ്യക്തി ജീവിതങ്ങളെ സാത്താൻ്റെ അടിമത്വത്തിൽ നിന്നും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും കൊണ്ടുവരുവാൻ സാധിക്കും. അധികാരം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തന്നെ കൈക്കൊണ്ട് തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. RSV, KJV ഈ വേർഷനിൽ ഇങ്ങനെ പറയുന്നു, ദൈവ മക്കളാകുവാൻ ശക്തി കൊടുത്തു. ചില വേർഷനിൽ ഇങ്ങനെ പറയുന്നു, അവൻ അവകാശത്തെ കൊടുത്തു. 3 വ്യത്യസ്ത പദങ്ങൾ: അവകാശം കൊടുത്തു, അധികാരം കൊടുത്തു, ശക്തി കൊടുത്തു. വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം ഈ 3 തലത്തിലുള്ള ദൈവ പ്രവൃത്തികൾക്കായി അവൻ്റെ മേൽ കൃപയെ നൽകുകയാണ്. ഈ അധികാരം വളരെ വലുതാണ്. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിലേക്ക് തിരിപ്പാൻ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. പൗലോസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് യേശു കർത്താവ് പറയുന്നൊരു ഭാഗമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിലും ഇങ്ങനെ പറയുന്നു, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്നേഹ സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ഇരുട്ടിൻ്റെ രാജ്യത്തിൻ്റെ അധിപതിയായ സാത്താൻ്റെ അധികാരത്തിൽ കിടക്കുന്ന ജനത്തെ ദൈവം നൽകിയ ശക്തിയേറിയ ആയുധത്താലും അധികാരത്താലും നിങ്ങൾ സ്വതന്ത്രമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഉയർന്ന അധികാരമുള്ളവർക്കേ മറ്റ് അധികാരത്തെ കീഴടക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയത്തുള്ളൂ. യേശുവിന് നൽകപ്പെട്ട സർവ്വ അധികാരത്തിൽ നിന്നും ദൈവം വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയെ അതിനായി ഉപയോഗിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവം തൻ്റെ പ്രവൃത്തിയെ ചെയ്യുന്നത് തൻ്റെ മക്കളിലൂടെയാണ്. നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ നിറയ്ക്കണം. സുവിശേഷം അറിഞ്ഞ് ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിലിരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ അധികാരത്തിലേക്ക് വരികയാണ്. അധികാരം എന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ ശക്തി, കഴിവ്, പ്രാപ്തി, നിയന്ത്രണ ശക്തി, സ്വാധീനം, സ്വാതന്ത്ര്യം കൊടുക്കൽ, ഇലക്ട്രിസിറ്റി പോലെ വ്യാപരിക്കപ്പെടുന്ന ഒരു ശക്തി, വിശേഷാധികാരം, ഇവയൊക്കെയാണ്. രാജാക്കന്മാരും പ്രഭുക്കന്മാരുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ബൈബിൾ വളരെ വ്യക്തമാക്കപ്പെടുന്ന
ഒരു മർമ്മം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യങ്ങളിലും, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-10 വാക്യങ്ങളിലും, 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിലും പറയുന്നു, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്, റോയൽ പ്രീസ്റ്റ്. നിങ്ങൾ രാജാക്കന്മാരാണ്, നിങ്ങൾ പ്രഭുക്കന്മാരാണ്. വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു വ്യക്തിയായിട്ടല്ല സ്വർഗവും വചനവും കാണുന്നത് രാജാക്കന്മാരും പ്രഭുക്കന്മാരുമാണ്, ഭരണാധികാരികളാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യത്തിൽ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറയുന്നു. ഒരു ഇലക്ട്രിസിറ്റി കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഈ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ട് രോഗികളെ സൗഖ്യമാക്കിയത് സുവിശേഷങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്നു. ഈ അധികാരം ചെറുതല്ല, വലുതാണ്. ഇന്റർനാഷണൽ അതോറിറ്റി എന്ന് പറയാൻ കഴിയും. നിങ്ങളായിരിക്കുന്ന ഇടത്തെ പിശാചിനെ മാത്രമല്ല, ഈ ഭൂഖണ്ഡത്തിൽ എവിടെയുമുള്ള പിശാചിനെ പുറത്താക്കുവാനും അവയെ ബൈൻഡ് ചെയ്യുവാനും ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. പരിധിയില്ലാത്ത ദൈവം തരുന്ന അധികാരവും അങ്ങനെ തന്നെയാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് എന്തും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് എന്തും സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. അഴിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം പൊട്ടിക്കുക, തകർത്ത് കളയുക, അവസാനിപ്പിക്കുക, പിരിച്ചുവിടുക, ഉരുക്കിക്കളയുക, മെൽറ്റ് ചെയ്ത് കളയുക. എത്ര ശക്തമാണ് ഈ വാക്കുകളെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സങ്കീർത്തനം 2-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, നാം അവരുടെ ചങ്ങലകളെ പൊട്ടിച്ച് അവരുടെ വിലങ്ങുകളെ എറിഞ്ഞു കളയാം. വീണ്ടും പറയുന്നു, കെട്ടുക, നിരാകരിക്കുക, എതിർക്കുക, തടയുക, വിലക്കുക, മെടയുക, പിണയുക, തളർത്തിക്കളയുക, ക്ഷീണിപ്പിച്ചു കളയുക, ലോക്ക് ചെയ്ത് കളയുക. നിങ്ങൾ ഒരു പിശാചിൻ്റെ സ്വാധീനത്തെ, അവൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ കെട്ടുമ്പോൾ അതിനെ മെടഞ്ഞു കളയുകയാണ്, അതിനെ തളർത്തിക്കളയുകയാണ്, അതിനെ ക്ഷീണിപ്പിച്ചു കളയുകയാണ്, അതിനെ നിങ്ങൾ തടയുക, നിങ്ങൾ ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. എത്ര ആഴത്തിലാണ് ഈ വാക്കിൻ്റെ മർമ്മമെന്ന് ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക. 1 പത്രോസ് 3:22 പറയുന്നു, അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് അധീനമത്രേ. അധികാരം മാത്രമല്ല, പേരിലും ഏറ്റവും ഉയർന്നത് യേശുവിൻ്റെ നാമം തന്നെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെ ഇങ്ങനെ പറയുന്നു, അതിനാൽ ദൈവം അദ്ദേഹത്തെ ഏറ്റവും അധികം ഉയർത്തി എല്ലാ നാമത്തിനും മേലായ ഒരു നാമം അവിടത്തേക്ക് നൽകി. തന്മൂലം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴേ ഉള്ള എല്ലാ മുഴങ്കാലും യേശുവിൻ്റെ നാമത്തിങ്കൽ മടങ്ങും. എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യും. യേശുവിൻ്റെ നാമം സ്വർഗം അംഗീകരിക്കുന്ന ഏകനാമം. ഏതൊക്കെ നാമങ്ങൾ ഈ ഭൂമിയിലുണ്ടോ ആ നാമങ്ങളെക്കാൾ ഉയർന്നതും ശ്രേഷ്ഠവും ശക്തിമേറിയതാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമം പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്തൊക്കെ പ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടുണ്ടോ ആ പ്രവൃത്തിയുടെ ശക്തി നിങ്ങൾ പറയുന്നിടത്തും വെളിപ്പെട്ടിരിക്കും. പത്രോസും യോഹന്നാനും യേശുവിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തി ചെയ്തപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനുമായി നസ്രേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ ആ നാമത്തിൻ്റെ ശക്തി അവിടെ ഇറങ്ങി വന്നിരിക്കും. ആ നാമത്തിൽ എന്തൊക്കെ വീര്യപ്രവൃത്തികൾ സൗഖ്യം നടന്നിട്ടുണ്ടോ, എന്തൊക്കെ വിടുതൽ നടന്നിട്ടുണ്ടോ, അത് നിങ്ങൾ വിശ്വാസത്തോടുകൂടെ പറയുമ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കും. അതിനെ തടയുവാൻ ഒരു ശക്തിക്കും ഒരു അധികാരത്തിനും ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ ഒന്നിനും കഴിയത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ശക്തിയോടുകൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യേശുവിനെ പിശാച് ഭയക്കുന്നു. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ ആ പള്ളിയിൽ ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. നസ്രേനായ യേശുവേ, അങ്ങേക്ക് ഞങ്ങളോട് എന്തു കാര്യം? ഞങ്ങളെ നശിപ്പിക്കാനാണോ അങ്ങ് വന്നിരിക്കുന്നത്? അങ്ങ് ആരാണെന്ന്
എനിക്ക് അറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് അയാൾ നിലവിളിച്ചു പറഞ്ഞു. യേശുവിനെ പിശാച് ഭയപ്പെടുന്നു. യേശു ഉള്ളിലുള്ള നിങ്ങളെയും പിശാചിന് ഭയമാണ്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അധികാരവും ശക്തിയും നൽകുന്നു. ലൂക്കോസ് സുവിശേഷം 9 അധ്യായം 1 വാക്യം, യേശു 12 വിളിച്ചുകൂട്ടി ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗങ്ങൾ സൗഖ്യമാകുവാനും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ശക്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂലപദ അർത്ഥം പ്രാപ്തി, നിയന്ത്രണ ശക്തി, നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, ബലപ്രയോഗത്തിലൂടെ കൊണ്ടുവരിക, അത്യുന്നതമായ ശക്തി, സൂപ്പർ നാച്ചുറൽ പവർ, നിർബന്ധിക്കുക. ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ അധികാരവും ശക്തിയും കൊണ്ട് ബലവാന്മാരെ പിടിച്ചു കെട്ടണം. മത്തായി സുവിശേഷം 12 അധ്യായം 29 വാക്യം, മർക്കോസ് 3:27. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കിടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? ഇവിടെ ബലവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചിനെയാണ്. അവൻ്റെ കോപ്പ് കവർന്നെടുക്കണമെങ്കിൽ അവനെ പിടിച്ചു കെട്ടണം. കോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം പാത്രം, സാധനങ്ങൾ, ഉപകരണങ്ങൾ, ചരക്കുകൾ. യേശു തൻ്റെ ശുശ്രൂഷയ്ക്ക് മുമ്പ് സാത്താനെ ജയിക്കുകയും അതുമൂലം ശക്തമായി തനിക്ക് മുന്നോട്ട് പോകുവാനും കഴിയുന്ന തലത്തിൽ വഴികളെ വിശാലമാക്കി. യേശു ആദ്യം ചെയ്തത് തന്നെ നാമും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. മത്തായി എഴുതിയ സുവിശേഷം 4 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് യേശു സാത്താൻ്റെ തന്ത്രത്തെ ജയിക്കുന്നത് കാണുവാൻ സാധിക്കുന്നത്. പിശാചിൻ്റെ തന്ത്രത്തെ നാമും ജയിക്കുക എങ്ങനെയാണ്? എവിടെ നിന്ന്? ഏത് വിഷയത്തിൽ? പിശാച് മനുഷ്യനോട് ബലപ്രയോഗത്തിലൂടെ അല്ല ഇടപെടുന്നത്, പക്ഷെ തന്ത്രങ്ങളാൽ മനുഷ്യനോട് ഇടപെടുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 11 വാക്യത്തിൽ പറയുന്നു, നാം പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. എഫേസ്യ ലേഖനം 6 അധ്യായം 11 വാക്യം പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർത്തേൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗത്തെ ധരിച്ചുകൊള്ളുക. യേശു തൻ്റെ അധികാരത്തെ നമ്മളിലേക്ക് തന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം ജയിച്ച് ഒരു ജയജീവിതം ഈ ലോകത്തിൽ വെളിപ്പെടുത്തി ക്രിസ്തുവിൻ്റെ ജയത്തെ മറ്റു വ്യക്തികൾ അറിയത്തക്ക രീതിയിൽ, മറ്റുള്ള വ്യക്തികളുടെ ജീവിതങ്ങളിൽ അത് വ്യാപരിക്കപ്പെടുന്ന രീതിയിലും നാം മുന്നോട്ട് പോകണമെന്ന് ദൈവം ഇന്നും ഹൃദയം തുറന്ന് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 10 അധ്യായം 19 വാക്യം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചാവിട്ടി മെതിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം വരുത്തുകയില്ല എന്നാണ് യേശു കർത്താവ് ശക്തിയോടുകൂടെ അധികാരത്തിൻ്റെ സ്വാധീനത്തെ വെളിപ്പെടുത്തിയത്. എന്തുവാ ഈ ചവിട്ടി മെതിക്കുക? അന്യമായി ഒരു വ്യക്തിയിൽ വസിക്കുന്ന സാത്താനെ ശക്തിയെ വെറുതെ പുറത്താക്കാനല്ല പറഞ്ഞത്, ചവിട്ടി മെതിച്ച് പുറത്താക്കാനാ യേശു പറഞ്ഞത്. ഒരു വസ്തുവിൽ അന്യമായി കയറി വസിക്കുന്ന ആൾക്കാരെ പോലീസ് ബലം പ്രയോഗം നടത്തി കളക്ടറിന്റെ ഓർഡർ കാണിച്ച് അടിച്ചു പുറത്താക്കുന്നത് പോലെ ദൈവവചനമെന്ന ആ ഓർഡർ കൊണ്ട് വ്യക്തി ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടുന്ന സാത്താന്യ സ്വാധീനത്തെ ലീഗൽ റൈറ്റ് ആയിരിക്കുന്ന ലൂക്കോസ് 10:19 എടുത്ത് പുറത്താക്കുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ആവശ്യപ്പെടുന്നു. ശത്രുവിൻ്റെ സകല ബലത്തെയും ഈ വചനത്താൽ സംശയിക്കാതെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചവിട്ടാം. പുറത്താക്കുന്ന ഒരു പിശാചിനും നിങ്ങളെ ഒരിക്കലും ദോഷം ചെയ്യുവാൻ കഴിയുന്നതല്ല. റോമർക്ക് എഴുതിയ ലേഖനം 16 അധ്യായം 20 വാക്യം പറയുന്നു, സമാധാനത്തിന് ദൈവമോ സാത്താനെ വേഗം നിങ്ങളെ കാൽക്കീഴിൽ ചതച്ചു കളയും. ദൈവവചനം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരിലൂടെ ദൈവം ഈ പ്രവൃത്തിയെ ശക്തിയോടുകൂടെ ചെയ്തെടുക്കും. അധികാരത്തെ കുറച്ചു കളയുവാൻ പിശാച് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടുവന്നിരിക്കാം. നിങ്ങൾ വചനത്തിൽ മാത്രം വിശ്വസിക്കുക. വചനം സത്യമാണ്, വചനം ക്രിസ്തുവാണ്, ആ വചനം തീയാണ്, വചനം പാറയെ തീർക്കുന്ന ചുറ്റികയാണ്. വലിയ പ്രവൃത്തി വചനം നിങ്ങളുടെ നാവിലൂടെ കടന്നു ചെന്ന് അത് ചെയ്തെടുത്തിരിക്കും. നിങ്ങൾ സംശയിക്കാതെ അത് വിശ്വസിക്കുക. അധികാരത്തെ വർദ്ധിപ്പിക്കണമെങ്കിൽ, അധികാരം വലുതാകണമെങ്കിൽ, വലിയ പ്രവൃത്തികൾ നിങ്ങൾ കാണണമെങ്കിൽ
നിങ്ങളുടെ വിശ്വാസം അത്രത്തോളം വലുതാകാൻ തുടങ്ങണം. അവിശ്വാസം മൂലം പ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ കഴിയാതെ യേശു പോലും ചില സ്ഥലം വിട്ടുപോയിട്ടുണ്ട്. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഏതാനും ചില രോഗിയുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കിയതല്ലാതെ അവിടെ അത്ഭുത പ്രവൃത്തികൾ ഒന്നും ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസ നിമിത്തം അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, അനന്തരം ശിഷ്യന്മാർ രഹസ്യമായ യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അവിശ്വാസം ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ശക്തമായി വെളിപ്പെടണമെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം കൃപാവരത്തെയും അധികാരത്തെയും ജ്വലിപ്പിക്കും. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഐക്യം ഉണ്ടായിരിക്കണം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 18-19 വാക്യങ്ങൾ പറയുന്നു, 2 പേർ ഐക്യമധ്യപ്പെട്ട് യാചിക്കുന്നതിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. അധികാരം വെളിപ്പെടണമെങ്കിൽ പിശാചിനോട് എതിർത്തു നിൽക്കണം. യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യവും 1 പത്രോസ് 5-ാം അധ്യായം 8-9 വാക്യങ്ങളിലും, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെ വാക്യങ്ങളിലും പറയുന്നു, പിശാചിനോട് എതിർത്തു നിൽക്കുവാൻ സർവായുധവർഗം ധരിക്കണം. പിശാചിനോട് എതിർത്തു നിൽക്കണം. പിശാചിനോട് എതിർത്തു നിൽപ്പാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരായുധം ദൈവത്തിൻ്റെ സർവായുധവർഗമാണ്. നിങ്ങൾ എത്രയധികമായ സർവായുധവർഗം ധരിക്കുന്നുവോ അത്രയധികം നിങ്ങൾ ശക്തിയുള്ള വ്യക്തിയായി മാറും. നിങ്ങൾ ധരിക്കുന്ന ആയുധ ബലത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദിവ്യ ശക്തി. അനുസരണത്തിലും പരിശുദ്ധാത്മാവിനോടുള്ള വിധേയപ്പെടലിലും ആത്മീയ നേതൃത്വത്തോടുള്ള ദൈവകൃപയിൽ നിങ്ങൾ എത്രത്തോളം കീഴ്പ്പെടുന്നുവോ അത്രയധികം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ബൈബിൾ പറയുന്ന പ്രകാരം യേശു മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന മൂലം യേശുവിനെ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് സ്വർഗത്തിലെ ദൈവം ആക്കി വയ്ക്കുന്നത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വായിലെ വാക്കിൽ വലിയ അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. സങ്കീർത്തനം 8-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, അവിടുത്തെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പ്രതികാരകനെയും നിശബ്ദമാക്കുവാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങൾ ബലം നിയമിച്ചിരിക്കുന്നു. സദൃശ്യവാക്യം 18-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ഈ വാക്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കണം. ശക്തമായ അധികാരം ദൈവം നമ്മുടെ നാവിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലും ആ അധികാരം വെളിപ്പെട്ടിരിക്കും. പഴയ നിയമത്തിൽ അതിന് ആധാരമായിരിക്കുന്ന ഒരു ശക്തിയേറിയ ഒരു സംഭവം യോശുവ സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലമാക്കുന്നതാണ്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ മക്കൾക്ക് സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യനോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം താങ്കളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. മനുഷ്യൻ്റെ വാക്ക് കേട്ട് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലമാക്കുകയായിരുന്നു. നാവിൻ്റെ മേൽ ശക്തിയായി അധികാരം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് സൂര്യനോളം ഉള്ള ദൂരം 9,30,00,000 മൈൽ അകലെയാണ്. എത്ര വലിയ അധികാരമാണ് അവിടെ വെളിപ്പെട്ടതെന്ന് നിങ്ങൾ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കണം. കാലങ്ങൾ, സമയങ്ങൾ, സാഹചര്യങ്ങൾ, സംസ്കാരങ്ങൾ മുഴുവനെയും മാറ്റിമറിക്കുവാൻ ഈ അധികാരത്തിന് കഴിയുമെന്ന് അനേക വചന സംഭവങ്ങൾ നമ്മോട് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ മോശ വടി കടലിന്മേൽ നീട്ടി
അതിനെ രണ്ടാക്കുന്നു. ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുന്നു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഏലിയാവ് യോർദാൻ നദിയെ പുതപ്പ് എടുത്ത് മടക്കി അടിച്ച് രണ്ടാക്കി വിഭജിച്ച് ഉണങ്ങിയ നിലത്തൂടെ അക്കരയ്ക്ക് പോകും. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ എലീശ ശത്രുക്കളെ അന്ധത പിടിപ്പിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം ആ മുഴുവൻ അധ്യായങ്ങളിലും അനന്യാ സഫീറെ ജീവിതങ്ങളിൽ വരുന്ന തകർച്ച, ആ മരണത്തെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ എലീമാസ് ശുശ്രൂഷയ്ക്കെതിരെ നിന്നതുമൂലം പൗലോസിന്റെ വാക്കിനാൽ അന്ധനായി തീരുന്നു. അധികാരത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്ര അധികം. കണ്ടോ, ഏറ്റവും ശക്തമായി പറയുകയാണ്, ദൂതന്മാരെ പോലെ വിധിക്കുവാൻ ദൈവം തൻ്റെ മക്കൾക്ക് അധികാരത്തെ നൽകിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു: എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും ഇസ്രായേലിയർക്കും മധ്യേ ഒരു വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കത്തില്ല. ഒരു നായ് പോലും നാവ് അനക്കാത്ത വിധം ദൈവം സർവത്തിൻ്റെ മേലും അധികാരത്താൽ അവയെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ജീവിതങ്ങളെ ബലപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. യെശയ്യാപ്രവചനം 54-ാം അധ്യായം 17-ാം വാക്യം: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കയില്ല. വലിയ വ്യക്തികൾ നിങ്ങൾക്കെതിരെ വരാം, എന്നാൽ നിങ്ങൾക്കെതിരെ നിൽക്കുവാൻ അവയ്ക്ക് കഴിയത്തില്ല. ഹാമാനും മോർദെഖായും അത് നമ്മുടെ മുന്നിൽ വ്യക്തമായി വെളിപ്പെടുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം: നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. അഭിഷക്തരായ വ്യക്തി ജീവിതങ്ങൾക്കെതിരെ വ്യക്തികൾ കടന്നു വരാം, പക്ഷെ നിൽക്കാൻ കഴിയത്തില്ല. യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു: അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. അധികാരിക്ക് ഈ ലോകം കൊടുക്കുന്നതിനേക്കാൾ സംരക്ഷണവും ഉറപ്പും സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും വീണ്ടും ജനിക്കപ്പെട്ട മനുഷ്യന് ലഭിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങളിലൂടെ അത് വെളിപ്പെടുത്തുന്നു: ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവർ ഒക്കെയും രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് ഐക്യപ്പെട്ട സേവാത്മാക്കളല്ലയോ? സങ്കീർത്തനം 34-7 പറയുന്നു: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഹേരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ദൂതന്മാരുടെ സംരക്ഷണവും സഹായവും തൻ്റെ മക്കൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു. ദൈവം നേരിട്ട് ഇടപെടുന്നു. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ ആരും അവരെ പീഡിപ്പിക്കുവാൻ അവൻ സമ്മതിച്ചില്ല. അവർ നിമിത്തം രാജാക്കന്മാരെയും ശാസിച്ചത്. എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യുകമരുത്. ഇത്രയും വാക്യങ്ങളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ലോകം കൊടുക്കാത്ത സംരക്ഷണം, ഈ ലോകം കൊടുക്കാത്ത ഉറപ്പ്, ഈ ലോകം കൊടുക്കാത്ത
സർവ്വവിധമായ സാഹചര്യങ്ങളും സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നു. അധികാരി വിലയുള്ളതാണ്. അധികാരം സ്വർഗത്തിൽ നിന്ന് ഉള്ളതായതുകൊണ്ട് സ്വർഗത്തിലെ സർവ്വവിധമായ കൃപകളും സ്വർഗത്തിലെ സർവ്വവിധമായ മഹത്വവും അതിന്മേൽ വ്യക്തമായി വെളിപ്പെട്ടിരിക്കും. ഇത് ശക്തിയോടുകൂടെ വെളിപ്പെടണമെങ്കിൽ, ഇത് വീണ്ടും ഉയരണമെങ്കിൽ, അധികാരം ജ്വലിക്കപ്പെടണമെങ്കിൽ ദൈവത്തോടുള്ള നടപ്പ് ആവശ്യമാണ്. വിശ്വാസത്തിൻ്റെ വർധനവ് ആവശ്യമാണ്. ഉപവാസം ആവശ്യമാണ്. ശക്തിയേറിയ പ്രാർത്ഥന ആവശ്യമാണ്. കൂട്ടായ്മ ആവശ്യമാണ്. ഐക്യത ആവശ്യമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ വ്യക്തമായി ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ ചെന്നെത്തിയിരിക്കും. യേശു പ്രാർത്ഥിച്ചതുപോലെ, ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കുണ്ടായിരിക്കണം. യേശു വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, തൻ്റെ മക്കളുമായി കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഈ കൂട്ടായ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മേലുള്ള അധികാരത്തെയും അഭിഷേകത്തെയും വർദ്ധിപ്പിക്കും. മറ്റു വ്യക്തികളുമായിട്ടുള്ള ഐക്യത നിങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകത്തെയും അധികാരത്തെയും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. എത്രയധികം കർത്താവിനോടൊപ്പം നാം ആയിരിക്കുന്നുവോ അത്രയധികം അത് നല്ലത് തന്നെയാണ്. അഭിഷേകം വർദ്ധിക്കണമെങ്കിൽ അഭിഷക്തനുമായുള്ള ശക്തമായ ബന്ധം ഉണ്ടായിരിക്കണം. യേശുവുമായുള്ള ഒരു വലിയ ഇൻറ്റിമസി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു പ്രേമ ബന്ധം പോലെ തന്നെ അത് ആഴത്തിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് വളരെ വ്യക്തമായി ജനങ്ങളറിയേ, ദേശങ്ങളറിയേ, രാജ്യങ്ങളറിയേ, പട്ടണങ്ങൾ അറിയേ അത് വെളിപ്പെട്ടിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിൻ്റെ കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. അപ്പോസ്തലന്മാരിലൂടെ ദൈവം ചെയ്തെടുത്ത വലിയ കാര്യങ്ങളായിരുന്നു. അപ്പോസ്തലന്മാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ദൈവത്തോടുകൂടിയുള്ള വലിയ ആഴത്തിലുള്ള ബന്ധമായിരുന്നു. അവരുടെ അറിവില്ലായ്മയോ കുറവുകളോ അവരെ മിനിസ്ട്രിയിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല, പരിധികളും വച്ചിട്ടില്ലായിരുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസമോ കഴിവുകളോ കുടുംബ പാരമ്പര്യമോ ദൈവത്തിൻ്റെ വിളിയിൽ നിന്നും മാറ്റുവാനോ കുറച്ചു കളയുവാനോ ഇടവരുത്തരുത്. നിങ്ങൾ യേശുവിൻ്റെ കൂടെ ആണെങ്കിൽ യേശുവിന് എന്തൊക്കെയുണ്ടോ അത് നിങ്ങൾക്കും ഉള്ളതാണെന്നുള്ള സത്യം മർമ്മം മനസ്സിലാക്കണം. യേശു വലിയവനും പിശാചിൻ്റെ അധികാരത്തെ തകർത്ത് അതിൻ്റെ മേൽ ജയോത്സവം എടുത്ത വ്യക്തിയാണെന്നും യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ പിശാചും അവൻ്റെ തന്ത്രങ്ങളും വിറയ്ക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോൾ പിശാചിനല്ല അധികാരം, യേശുവിനാണ്. ആ യേശുവുള്ള വ്യക്തികളിലേക്ക് അധികാരം വ്യാപരിക്കപ്പെട്ടിരിക്കും. ഏത് കല്ലറയ്ക്കകത്താണെങ്കിലും, ഏത് ചങ്ങലയ്ക്കകത്താണെങ്കിലും, ഏത് കാരാഗ്രഹത്തിനാണെങ്കിലും ഇതിനൊന്നും നിങ്ങളെ എല്ലാ നാളും ബന്ധിച്ച് കളയുവാൻ കഴിയത്തില്ല. ചങ്ങലയെ പൊട്ടിച്ച് കല്ലറയെ പൊളിച്ച മുദ്രകളെ ഉടച്ച യേശു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കണം. കാരാഗ്രഹങ്ങളെ തകർത്ത് സർവത്തെയും ഉടച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങളെ ജയോത്സവമായി പുറത്തു കൊണ്ടുവരുവാൻ അവന് കഴിയും. ഇപ്പോൾ തന്നെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വ്യക്തമായി വെളിപ്പെട്ടിരിക്കും. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് 2 ദിനവൃത്താന്തം 20:6 പറയുന്നു, ആർക്കും എതിർത്ത് നിൽപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമം ഉള്ളവൻ. നിങ്ങളുടെ ഉള്ളിൽ പകരപ്പെട്ട ആത്മശക്തി ആർക്കും എതിർത്ത് നിൽപ്പാൻ കഴിയാത്ത ശക്തിയാണ്. സ്വയം തിരിച്ചറിയുക. പിശാചിൻ്റെ ചിന്തകളായി കല്ലറയ്ക്കകത്ത് കഴിയാതെ നിങ്ങൾ പുറത്തു വന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യം പറയുന്നു, അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം നിങ്ങൾക്ക് ലഭിച്ച അധികാരത്തെ മൂടിവയ്ക്കുക, അല്ലെങ്കിൽ അതിനെ തെറ്റായി ചിത്രീകരിക്കുക. എത്രയധികം ദൈവവചനത്തിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടുന്നുവോ, എത്രയധികം വചനത്തെക്കുറിച്ച് നിങ്ങൾ അറിയുന്നുവോ, അത്രയധികം
കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിന് മേൽ വ്യാപരിക്കപ്പെടും. 2 പത്രോസ് 1 അധ്യായം 2 വാക്യം പറയുന്നു, ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധിയായി വർദ്ധിക്കുമാറാകട്ടെ. സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ തെറ്റിനോട് യുദ്ധം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. മനസ്സിലാക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തൻ്റെ ആത്മാവിനെ അയച്ചത്, തൻ്റെ പുത്രനെ അയച്ചത്, അവൻ എങ്ങനെ ഈ ഭൂമിയിലായിരുന്നുവോ, അവൻ എങ്ങനെ ഇന്ന് സ്വർഗത്തിലായിരിക്കുന്നുവോ അതേപോലെ നിങ്ങളായിത്തീരാൻ വേണ്ടിയാണ്. ദൈവം നിങ്ങളെ ഒരു യുദ്ധത്തിനായി വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ല എങ്കിലും നിങ്ങളൊരു യുദ്ധം മുഖത്ത് നിങ്ങൾ നിൽക്കുന്നത്. ജയിച്ച സൈന്യത്തിൻ്റെ അംഗമായും ആ സൈന്യത്തിൻ്റെ നായകൻ്റെ കൃപയാലും ആത്മാവിനാലും നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം കാൽവരിയിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് തീമോഥെയോസിനോട് വ്യക്തമായി പറഞ്ഞത്. 2 തീമോഥെയോസ് 2 അധ്യായം 3 വാക്യം പറയുന്നു, ക്രിസ്തു യേശുവിൻ്റെ നല്ലപടനായും നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക. പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്, ഒരു പടയാളി എങ്ങനെ യുദ്ധം ചെയ്യുന്നുവോ അപ്രകാരം നീയും ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ അധികാരത്തോടും അതിൻ്റെ വ്യവസ്ഥകളോടും പോരാടി ജയം പ്രാപിക്കണം. സങ്കീർത്തനം 144 1 വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ദൈവം തൻ്റെ മക്കളെ ജയിക്കുവാൻ പഠിപ്പിക്കുന്നു. ജയത്തിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് ബൈബിൾ പറയുമ്പോൾ ആ യുദ്ധത്തിൻ്റെ ശക്തിയും ജയവും പ്രാപിച്ച് ഈ ഭൂമിയിൽ ജയോത്സവമായി നടത്തുവാൻ ഇന്നും തൻ്റെ മക്കളിലൂടെ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം തന്ന അധികാരത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ വ്യവസ്ഥകളോടും ഇരുട്ടിൻ്റെ സ്വാധീനത്തെയും നിർമൂലമാക്കി വാഴുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സഭകൾ, പട്ടണങ്ങൾ, രാജ്യങ്ങൾ, കർത്താവേ, വചനത്തിൻ്റെ വെളിപ്പാടിലേക്കും അങ്ങ് സൗജന്യമായി നൽകിയിരിക്കുന്ന അധികാരത്തിൻ്റെ ശക്തിയിലേക്ക് കടന്നു വരുവാൻ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദത്തിൻ്റെ പരിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളും അന്തരീക്ഷവും അങ്ങയുടെ ആത്മശക്തിയാൽ നിറയപ്പെടുവാൻ ഇപ്പോൾ തന്നെ അങ്ങയുടെ സ്വർഗീയ സാന്നിധ്യം ഇറങ്ങി വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ വ്യാപാരം ഈ കേൾക്കുന്ന വ്യക്തികളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടട്ടെ. ശത്രുവിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ആത്മാവിൻ്റെ ശക്തി അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ ഈ ജനത്തിന് മേൽ ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു. അസ്തന രഗതയ വൈഡരകൽ ഖനാദിയ അന്തര അർത്ഥാരഗതേ വൈഡാമാന ശംഭവ റിബൽ ഘടകസ്യ. എവിടെ നാവിന്മേൽ കൊടുത്തിരിക്കുന്ന അധികാരം വീണ്ടും ജ്വലിക്കപ്പെടുവാനും എവിടെ ആത്മശക്തി വീണ്ടും വർദ്ധിക്കുവാനും തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ പിശാചിൻ്റെ തന്ത്രങ്ങളും ജീവിതങ്ങൾ മേൽ അഴിഞ്ഞു മാറി, കുടുംബങ്ങൾ മേൽ അഴിഞ്ഞു മാറി അവിടെ വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ വ്യക്തികളെ സ്വതന്ത്രമാക്കുന്ന ലൂക്കോസ് സുവിശേഷം 10:19 അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്ന പാമ്പുകളെയും തേളുകളെയും മാത്രമല്ല ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മതിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, അവ നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ലെന്നുള്ള ആ വചന വെളിപ്പാടും വചനത്തിലിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയും ഈ കേൾക്കുന്ന വ്യക്തികളിലേക്ക് ഒരു ഇലക്ട്രിക് കറണ്ട് അടിക്കുന്നത് പോലെ ഇപ്പോൾ തന്നെ ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ തേജസ്, പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തിക ശക്തി ജനത്തിന് മേൽ വ്യാപരിക്കപ്പെടട്ടെ. ഇപ്പോൾ തന്നെ പിളർന്നിരിക്കുന്ന അഗ്നി നാവുകൾ വ്യക്തിയുടെ മേൽ ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ ശക്തി വ്യക്തി ജീവിതങ്ങളിൽ ഇറങ്ങി വരട്ടെ. മഴ പോലെയും മഞ്ഞു പോലെയും വെളിപ്പെടുന്ന ദൈവിക സാന്നിധ്യം കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഈ കേൾക്കുന്ന വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ. സാത്താന്യ പ്രവൃത്തികളെ അഴിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിന്റെ ആത്യന്തിക ശക്തി വ്യക്തി ജീവിതങ്ങളിൽ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്.
കർത്താവ് ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിൽ അന്ത്യനാളിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും അന്ത്യനാളിന്റെ ഉണർവിന് വേണ്ടിയും കുടുംബങ്ങളുടെ മേലും വ്യക്തിയുടെ മേലും സഭയുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. എല്ലാവിധമായ സാത്താന്യ ശക്തികളെ അഴിച്ചു മാറ്റുക, ജനത്തിന്മേൽ അധികാരം ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ അഭിഷക്തനായ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ കേൾക്കുന്ന വ്യക്തികൾ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം, വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം, അനേകരെ കെട്ടുകളെ അഴിച്ച് അനേകരെ സൗഖ്യമാക്കുവാനും അനേകരെ സ്വതന്ത്രമാക്കുവാനും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവൻ മാത്രം ഉയർന്നിരിക്കട്ടെ. മഹത്വം കർത്താവിന്. ഈ ദൈവവചന പഠനത്തിൻ്റെ ഒന്നാം ഭാഗമാണ് നിങ്ങൾ കേട്ടത്. പല ബൈബിൾ വേർഷനുകൾ ഇതിനു വേണ്ടി ഞങ്ങൾ പഠിക്കുകയും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥങ്ങളുമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. NIV ബൈബിൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, KJV ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത ചില CD-കളിലും ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠിപ്പിക്കലുകൾ നിങ്ങൾക്ക് കേൾക്കുവാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനും അനേകരെ സ്വതന്ത്രമാക്കുവാനും കഴിയും. കർത്താവിൻ്റെ കൂടെ നിങ്ങൾ നടക്കുക. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ കർത്താവിനോട് കൂടെ നടക്കുക. വലിയ പ്രവൃത്തികൾ നിങ്ങൾ വെളിപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.